എന്താ ചോദിച്ചേ? കേട്ടില്ലല്ലോ. റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. റേഞ്ചിന്റെ പ്രശ്നം. എന്താ പറഞ്ഞു നിങ്ങള്? കേട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാ? ഞാൻ വീണെന്ന് കേട്ടത് കിടി പോയോന്നാ? നല്ല കാര്യം. ക്ലാസ് തീരാറായപ്പോ ടീച്ചറിനോട് എന്തായിരുന്നു ഇതെന്താ ഇവിടെ ഒന്ന് നിർത്തിക്കണോണ്ടോ? അപ്പൊ വീണേന്റെ ആൾക്കാരോ തടുപ്പാണോ? തലയിടിച്ചിട്ടാണോ വീണത്? കൈ ഇവിടെ ഇടിച്ചു, പക്ഷെ വേദന മുഴുവൻ കരച്ചായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അല്ല, മിസ് കാണിച്ചില്ലേ? ഡോക്ടറെ കാണിച്ചോ? ആ, ഡോക്ടറെ കാണിച്ചു. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വോമിറ്റ് ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ വോമിറ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ കാര്യമായി പറ്റിയിട്ടുണ്ട്. ഓക്കെ. അല്ല, വോമിറ്റ് ചെയ്യണമെങ്കിൽ നമ്മള് പേടിക്കേണ്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇടിച്ചതിന്റെ വേദനയാവും. അപ്പൊ നീര് വരുമല്ലോ നമുക്ക്. അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഫേസ് നിർത്തിക്കണോട്ടോ. കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. റേഞ്ചുള്ളവർക്ക് മനസ്സിലാവും. സംഭവിച്ചു. സംഭവിക്കാനുള്ള സംഭവിച്ചല്ലേ? ആ കവിള് മാത്രം ഒന്ന് തൊട്ടിട്ടുണ്ട്. ആ കവിള് മാത്രം ഒന്ന് തൊട്ടിട്ടാണെന്നുണ്ട്. അതെ. കവിള് തൊട്ടമല്ലോ ബീജാണ്. വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് ഒക്കെ തീരാറായല്ലോ. എത്ര നാളുകൂടി ഉണ്ട്? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനായോ? പാർട്ട് 4 കൂടെ ഉണ്ട് മാം. പാർട്ട് 4 ഉണ്ടല്ലേ? പാർട്ട് 4 ഒക്കെ വേഗം തീരും. നിങ്ങൾക്ക് ഓക്കെ എല്ലാവരും എത്തിയോ? എത്തിയെങ്കിലും നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 6 ആയിട്ടുള്ളല്ലോ. അത്രയും പേരുണ്ടാവാറുള്ളോ? പ്രെയർ ആരാണ്? ഞാൻ ചെല്ലാം മിസ്. In the name of God, most gracious, most merciful, praise be to God, Lord of the world, beneficent, the merciful, honor of the day of judgment, honor of the day of judgment. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമുക്ക് മഹാത്മാഗാന്ധിയുടെ കോട്ട് കൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മിസ് ഞാനാ തോട്ട് പറയണത്. ആരും കോട്ട് പറയാനും പ്രയർ ചെല്ലാനും ഇല്ല. അപ്പൊ ഗാന്ധിജിയുടെ ഒരു കോട്ട് കൊണ്ട് തുടങ്ങാം. ഇഫ് വി വാണ്ട് ടു റീച്ച് റിയൽ പീസ് ഇൻ ദിസ് വേൾഡ് വി ഷുഡ് സ്റ്റാർട്ട് എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ. ലോകത്തിന്റെ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നമുക്കും വിദ്യാഭ്യാസം വേണം. അതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാക്കണം. സൈനിങ് ബൈ റിഷാന. തോട്ടും പ്രയറൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? യെസ്. നമ്മള് ഈ യൂണിറ്റ് 1 എടുക്കാന്നാ വിചാരിച്ച പാർട്ട് 4. പക്ഷെ ഒരു ആക്ടിവിറ്റി വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു. ക്ലാസ്സിൽ ചെയ്യാനാണ്. ഇമാജിനറി ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇമാജിനറി ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? മിസ് അന്ന് ഓരോരുത്തർ കൊടുത്തിട്ട് പറയിപ്പിച്ചു, അല്ലാതെ വേറെ ആക്ടിവിറ്റി ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് കൊടുക്കല്ലേ? അതെ, വേറെ ഒന്നും ചെയ്തു. ഓക്കെ. അപ്പൊ യെസ്, നമ്മള് ഒരു ഇമാജിനറി ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ. പിന്നെ എന്തായാലും പാർട്ട് 4 ഒക്കെ വേഗം തരുള്ളൂ. എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അതിനനുസരിച്ച് പോകും. യെസ്, നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യാണ് ഓൺലൈനില്. അതായത് ഇമാജിനറി ആക്ടിവിറ്റീസ്. ടോപ്പിക് ഇതാണ്: ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു മൊമെന്റ് അത് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതായത് നിങ്ങളുടെ 5 ഇമാജിനറി സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് പറയണം.
ഓരോരുത്തർക്കും ഈച്ച് സ്റ്റുഡൻസിന് നമ്മൾ 5 minutes ആണ് കൊടുക്കുന്നത്. ഓരോ സ്റ്റുഡൻസിന് എത്ര പേരുണ്ട് അവർക്ക് 5 minutes ആണ് ടൈം കൊടുക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായോ? എന്നോട് പറയാം, ഇമാജിനറി ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. Happiest incident in my life. Use all 5 imaginary sentences in this practice. Okay. അപ്പൊ ഞാൻ ഓരോരുത്തരുടെ പേര് ഞാൻ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആരും മുന്നോട്ട് വരില്ല ചെയ്യാനായിട്ട്. റെഡിയാണോ? ഒരു 2-3 സെക്കൻഡ് ഒന്ന് തരാം. ഹാപ്പിയസ്റ്റ് ഡേ ആ ദിവസം ഇൻസിഡന്റ് ആലോചിക്കാനായിട്ട് ഒന്ന് ഓർത്തെടുക്കാനുള്ള ഒരു സമയം തരാം, എന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ? യെസ്, ഓക്കെ പറയൂ. ഓക്കെ മാം. ബാക്കിയുള്ളവർക്ക് എന്തേ നിശാന മാത്രം സംസാരിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ക്ലാസ് കഴിയാറായപ്പോ സൈലന്റ് ആയി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന് മുമ്പ് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു, നന്നായിട്ട് സംസാരിക്കായിരുന്നു. ഒന്നും മിണ്ടാറ് പോലുമില്ല. ക്ലാസ്സിൽ കയറി ഇങ്ങനെ ഞാൻ പറയണം രണ്ട് നിശാന മാത്രം ഉണ്ട്. എന്ത് പറ്റിയത്? മൊത്തത്തിൽ ഒരു മൂടൽ മഞ്ഞ് പോലെയാണ് നിൽക്കുന്നത് ഇപ്പൊ. കണ്ടോ? ഇത് പറഞ്ഞിട്ടും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടോ? റെസ്പോൺസ് ഇല്ല. എന്തെങ്കിലും പറ്റിയോ? ക്ലാസ്സിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? നിങ്ങളെന്തെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടോ? പുറത്ത് പോയി വന്നതേ ഉള്ളൂ, അതിന്റെ ക്ഷീണത്തിൽ. അക്ഷയ പോയിട്ട് വന്നിരിക്കുകയാണ്. ഗ്രൂപ്പിന് കണ്ണ് തട്ടി അതാ. ഗ്രൂപ്പിന് കണ്ണ് തട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഷിൻസി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോരെ? ഇല്ല, സംസാരിക്കാം കേട്ടോ. റേഞ്ച് ഉണ്ടാവും ട്രെയിനില് കേട്ടോ. പറയൂ, ഏറ്റവും നല്ലൊരു മൊമെന്റ് ലൈഫില് എന്ന് പറയൂ, ഒന്ന് ഷെയർ ചെയ്യൂ. ാണെങ്കിൽ വേറെ ആണെങ്കിലും കൂടെ പറയിപ്പിക്കാം. ലാസ്റ്റ് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാം മാം. ലാസ്റ്റ് പറയാം. യെസ്, ഫാത്തിമ മൻസൂർ. ഫാത്തിമ, എന്നെ വിളിക്കലേ ണ്ടിരിക്കുവായിരുന്നു. ആരെങ്കിലും ഫസ്റ്റ് പറയാം മിസ്സേ. എന്താണിത്? നിങ്ങള് ടീച്ചേഴ്സിന്റെ ഒരു മാം ഞാൻ പറഞ്ഞോട്ടെ. അഞ്ജന രാകേഷ് അങ്ങോട്ട് വരും. മാം ഇത് മാം ഉദ്ദേശിച്ചത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. വെറുതെ പറയുന്ന മാത്രമേ ഉള്ളൂ അതോ? പറഞ്ഞാ മതി. ഓക്കെ. അപ്പോ എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോനുണ്ടായ ആ ഒരു മൊമെന്റ് തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, ഒട്ടുമിക്ക പേർക്കും. അമ്മയാവുക എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുത്തിട്ടായിരുന്നു ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നത്. 8 മണിക്കൂറോളം ലേബർ റൂമിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ പെയിൻ, ഒരു 3-4 മണിക്കൂർ മുന്നേ തന്നെ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മണിക്കൂറോളം നമുക്ക് ഒരു വേദന എന്ന് പറയുന്നത് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അത്രയും സമയം വേദന സഹിച്ചിട്ട് എനിക്ക് അവസാന മൊമെന്റിൽ ഞാൻ വിചാരിച്ചു എനിക്കിനി ജീവിക്കാനൊന്നും പറ്റില്ല, ആ ഒരു അവസ്ഥയിലൊക്കെ എത്തി. ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്നൊക്കെ പറയാം. ജീവനോടെ തിരിച്ചു വരില്ല എന്നൊക്കെ വിചാരിച്ചതാ. അപ്പോഴാണ് ഡെലിവറി ആയതും ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ആണല്ലോ. കണ്ണ് നിറഞ്ഞിട്ട് കാണാൻ ശരിക്കും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നേഴ്സ് വന്നിട്ട് മോന്റെ മുഖം ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ കവളിൽ വെക്കുന്ന സമയത്ത് അവര് ആ സമയത്ത് ഒരു സക്കിങ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ നമുക്കത് ഫസ്റ്റ് കിസ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വല്ലാത്തൊരു ഫീലും വല്ലാത്തൊരു അനുഭവമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. താങ്ക് യു മാം. യെസ്, വെരി ഗുഡ്.
നെക്സ്റ്റ്. ഇനി ഞാൻ പറയാം മിസ്. ഇതേ അനുഭവമാണ്. ഡെലിവറി ടൈമിന്റെ തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. മോള് ജനിക്കുന്ന സമയം ഒരു ദിവസം ഫുൾ 24 hours ഫുള്ള് ഞാൻ റൂമിൽ ഇങ്ങനെ പെയിൻ ആയിട്ട് കിടന്നു. പക്ഷേ ഞാനിപ്പോ വരും കുഞ്ഞു. എല്ലാവരും പറയുന്നത് ഹാപ്പിയസ്റ്റ് മൊമെന്റ് അല്ലേ പറയുന്നത്? അതെ മിസ്, അതെ. എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. ഞാനപ്പോ കുഞ്ഞിപ്പോ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കിടക്കാം. എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം അല്ലേ. ഡെലിവറി നടക്കാത്തതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റി. ഞാൻ അപ്പയും എന്താ ഇവിടെ അല്ലേ ഡെലിവറി നടക്കുന്നേ, എന്റെ കൂടെ ഉള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, അടുത്ത റൂമിലാന്ന് പറഞ്ഞിട്ടാ എന്നെ ICUലോട്ട് മാറ്റുന്നത്. ICUന്ന് ബെഡ് മാറ്റുന്ന സമയത്ത് തന്നെ എനിക്ക് ചെറുതായിട്ട് പെയിൻ വന്നു. ഡെലിവറി ചെയ്യാനായിട്ട് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് ബാക്ക് ഡോക്ടർ ഇല്ലായിരുന്നു, അനസ്തേഷ്യ ഡോക്ടർ ഇല്ലായിരുന്നു. എൻ്റെ ബ്രദർ പോയിട്ട് ഡോക്ടറെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോയ ടൈമിൽ എൻ്റെ ഡെലിവറി നടന്നു. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു എല്ലാവർക്കും. ഞാനും ഭയങ്കര ടെൻഷനായിട്ട്. ഡോക്ടർ എന്നോട് അത്രത്തോളം പറഞ്ഞു, നമുക്ക് ഡെലിവറി സിസേറിയൻ ആയാൽ ഭയങ്കര പാടാണ് മോള്, ഡോക്ടർ വരുന്നത് വരെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന്. അപ്പൊ എനിക്ക് ബെഡ് മാറ്റിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് ഇങ്ങനെ പെയിൻ വന്നായിരുന്നു. എന്തായാലും അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ICUയിൽ പോയിട്ട് ഡെലിവറി നടന്നുകൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. എല്ലാവരും ഡെലിവറിയുടെ സ്റ്റോറി ആദ്യമായിട്ട് കുഞ്ഞുണ്ടായതൊക്കെ ഞാനും അതന്നെ. ജീവിതം എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖവും സമ്മിശ്രമായിട്ടുള്ളതാണ്. ഓരോ ചെറിയ സന്തോഷം പോലും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഇപ്പൊ എന്താ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുക, അതല്ലെങ്കിൽ ഫസ്റ്റ് എന്റെ ടൂർ പോയത് +2 ആദ്യമായിട്ട്. എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ടൂർ പോണ ഒരു അങ്ങനെ ഒരു വീട്ടിലൊന്നല്ല ഞാൻ ജനിച്ചത്. +2 എത്തിയപ്പോ ഫസ്റ്റ് ടൂർ പോയി. ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പറയാവുന്നവർക്ക് പറയാം കേട്ടോ, ക്യാമറ ഓൺ ചെയ്ത് പറയാവുന്നവർക്ക് പറയാം. ഇപ്പൊ ക്യാമറ ഓൺ ചെയ്യില്ല. എന്റെ മിസ് ഫസ്റ്റ് ആയിട്ട് ടൂർ പോയത് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് തന്നെ ആയിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ആദ്യമായിട്ട് പുറത്ത് പോകാൻ ഞാൻ മൈസൂരും വയനാടും പോയി ഫ്രണ്ട്സിന്റെ കൂടെ. അങ്ങനെ ചെറിയ കാര്യത്തിൽ പോലും സന്തോഷിക്കുന്ന ഒരാളാണ്. പക്ഷെ മോസ്റ്റ് എന്താ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഇവരൊക്കെ പറയണ പോലെ ഡെലിവറി കഴിഞ്ഞ ആ ടൈമല്ല, ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള ആ ഒരു ഡോക്ടർ പറയുന്ന ഒരു നിമിഷം, അത് എല്ലാവരും പോലെ എന്താ പറയാ ടെൻഷൻ. ഞാൻ എല്ലാരും ഹാപ്പി ആയിട്ടേക്കാരം നോക്കുക. അങ്ങനെ ഞാൻ 8 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. ഒരു IVF ആയിരുന്നു. IVF കൂടെയാണ് എനിക്ക് മോളുണ്ടായത്. അപ്പൊ ഈ 8 വർഷം ഞാൻ ഭയങ്കര മാനസിക സംഘർഷത്തിലായിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ അനിയന്റെ കല്യാണം കഴിഞ്ഞു, അവനിക്ക് ആദ്യത്തെ കുട്ടിയായി, രണ്ടാമത്തെ കുട്ടിയായി. അപ്പോഴും ഞാൻ പ്രഗ്നന്റ് അല്ലാണ്ട് അങ്ങനെ പുറത്തു പോകുമ്പോഴൊക്കെ കളിയാക്കല്, പരിഹാസം, ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ലൈഫായിരുന്നു. അപ്പൊ IVF ചെയ്തു. IVF ഒരു 1 ഇയർ വരെ അങ്ങനെ ഓരോരോ ഘട്ടമായിട്ടായിരുന്നു. ലാസ്റ്റ് IVF കഴിഞ്ഞു. കൊറോണയുടെ ടൈമിലായിരുന്നു IVF. അപ്പൊ അങ്ങനെ ഒരു മാനസിക സംഘർഷം കൂടി ഉള്ള ടൈമില്ല. കൊറോണ പറയുമ്പോ എല്ലാവർക്കും അറിയാലോ, കുറെ ആളുകൾ മരിക്കണു, നമുക്ക് ഒരു സൗകര്യം ഒന്നുമില്ല. അപ്പൊ ഈ IVF ചെയ്യുമ്പോ നമ്മളെ പിന്നെ ഈ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ നമ്മൾ വളരെ എന്താ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ടൈം. പക്ഷെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണില്ല. ഇത് പോസിറ്റീവ് ആകുമോ, ഇനി ഇത് 8 വർഷം കഴിഞ്ഞു, 6 ലക്ഷം രൂപ ചെലവായി, ഇനി ഇത് നെഗറ്റീവ് ആയെങ്ങാനും പോയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു മൈൻഡ് വരെ എത്തിയിരുന്നു. അങ്ങനെ ഞാന് ജൂണിലാണ് ട്രാൻസ്ഫർ കഴിഞ്ഞത്. ജൂലൈ ഞാൻ ഇത് റിസൾട്ട് അറിയാൻ വേണ്ടി പോവുക. കൊറോണയുടെ ആ ലോക്ക്ഡൌണിന്റെ ടൈമാണ്. അപ്പൊ കാറിലാണ് പോണത്. അവിടെ ഒക്കെ പോലീസ് നിൽക്കുന്നുണ്ട്, ചെക്കിങ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസാ പറഞ്ഞ് പോയി. അവിടെ എത്തിയപ്പോഴേ ഞാൻ വിറക്കാൻ തുടങ്ങി, കൈയും കാലൊക്കെ വിറച്ച്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് റിസൾട്ട് അറിഞ്ഞത്. അപ്പൊ ഈ റിസൾട്ടിന് ബ്ലഡ് കൊടുത്തിരിക്കുമ്പോ ഭയങ്കര വിറയല, കൈയും കാലൊക്കെ വിറക്കുക. അങ്ങനെ സിസ്റ്റർ റിപ്പോർട്ടും കൊണ്ട് ഡോക്ടർ റൂമിൽ പോയിട്ട് ഡോക്ടർ ഞാൻ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഷാന സക്സസ് ആണ് എന്ന് പറഞ്ഞ ആ നിമിഷം, ആ ഡോക്ടറിന്റെ അടുത്ത് സക്സസ് ആണ് എന്ന് പറഞ്ഞ നിമിഷം ഞാൻ ബോധം കെട്ട് വീഴും വിചാരിച്ചു. കാരണം അത്രയും ഞാൻ വിറക്കുന്നുണ്ടായിരുന്നു മിസ്സേ. ഇനി ഞാൻ മരിക്കോളം അത്രയും നല്ലൊരു മൊമെന്റ് ലൈഫിൽ ഉണ്ടാവില്ല. ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് അതായിരുന്നു മിസ്സേ. അപ്പോഴും ഞാൻ വിറയലായിരുന്നു. അപ്പൊ BP ചെക്ക് ചെയ്ത് നോക്കുമ്പോ BP ഹൈ ആണ്. എന്നിട്ട് 1/2 മണിക്കൂർ അവിടെ കടത്തി BP നോർമൽ ആയിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞയച്ചുള്ളൂ. അതാണ് എന്റെ മോള് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ആ നിമിഷമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷമായിരുന്നു നിമിഷം. താങ്ക് യു. Okay, very good. Yes. മിസ് എനിക്കൊരു അനുഭവം
സെലിൻ ആ പറയൂ. മിസ്സേ ഞാൻ ഇരുപതാം കല്യാണം കഴിഞ്ഞത്. കേക്കാം? ആ കേക്കാം. ചുരുക്കി പറയണ ചുരുക്കി പറയണേ. എന്റെ പപ്പായ്ക്കും ആഗ്രഹമായിരുന്നു. അപ്പൊ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ പപ്പാടെ അമ്മയാണ് എന്നെ വളർത്തിയത്. അപ്പൊ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വന്ന സമയത്ത് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. ഞങ്ങള് ഗൾഫിലാണ്. അപ്പം അവിടെ കൊണ്ടുപോയി സിസ്റ്റർ കൂടായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ശരിക്കും മെന്റലി ഒത്തിരി കിടന്ന് അനുഭവിച്ചു. ഹസ്ബൻഡ് സിസ്റ്ററും ഭർത്താവും നല്ല പോലെ കുക്കിംഗ് അറിയില്ല എന്ന രീതിയിൽ വെച്ചിട്ട് ഭയങ്കര തളർത്തി കളഞ്ഞു. സെലിന്റെ അമ്മ. ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോ ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. ആ, എവിടെ വരെ കേട്ടു മാം? ഒന്നും മനസ്സിലായില്ലോ. ക്ലിയർ ആയില്ല. ഒന്നുകൂടി പറയട്ടെ മാം? ഒന്നുകൂടി പറഞ്ഞു, ചുരുക്കി പറയണേ. അപ്പൊ കുക്കിംഗ് അറിയത്തില്ലെന്ന് പറഞ്ഞു ഞാന് എന്തുവാ കുറച്ചു നാൾക്ക് മുമ്പേ, കല്യാണത്തിന് മുമ്പേ ഞാൻ ചുമ്മാതെ കയറിയായിരുന്നു UKG പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഇവരെന്നോട് ചോദിച്ചു, സെലിന് എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, അതെന്തോ എങ്ങനെ സ്കൂളിൽ പോയി പറഞ്ഞ ഒത്തിരി സൗണ്ട് ബ്രേക്ക് ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടൈം തരാം കേട്ടോ. ഒന്ന് റേഞ്ച് ഉള്ളതിരിക്കണേ. ഇനി ഷിൻസി പറയൂ. ഞാൻ പറയാം മാം. പറയണ ഫൈസീന പറ. Okay. The happiest incident in my life, it was when I received the news that I had my dream college, Maharajas College, Ernakulam. It was the moment I had been working for so much, and feeling accomplishment and excitement was unbelievable. അത് മഹാരാജാസ് കോളേജ്, അതെന്റെ ഒരു ഡ്രീം കോളേജ് ആയിരുന്നു. അപ്പൊ ഈ ഡ്രീം കോളേജില് അഡ്മിഷൻ കിട്ടാനായിട്ട് 96% ആ ഒരു എബോവ് വേണം. അപ്പൊ ഇതിന് കിട്ടണമെങ്കിൽ ഒരു അറബിക്കിന്റെ ഒരു ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ +1 + 2 അറബിക്ക് എടുത്ത്. അത് നോർമലി +1 + 2 years ആണ്, അത് 3 years ആയിട്ട് എടുത്ത്. ഈ 3 years നല്ല അർത്ഥത്തിലായിട്ട് അടിപൊളിയായി പഠിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ അഡ്മിഷന് കൊടുത്തു. അങ്ങനെ 1 week കഴിഞ്ഞിട്ട് അവര് കോൾ ചെയ്യാന്നായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അതായിരുന്നു എന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാരണം. ഞാൻ 3 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എന്റെ ഹാർഡ് വർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത്. എന്റെ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. മാം കേൾക്കുന്നുണ്ടോ? ഡെലിവറി ടൈം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ മൂത്ത മോള് ഉണ്ടായി. ഫസ്റ്റ് 10ാം ക്ലാസ്സില് നമ്മള് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ. അതായത് ഇവിടുത്തെ ജ്യേഷ്ഠന്റെ മോളുടെ മെഹന്തി നൈറ്റ് ആയിരുന്നു. അത് റിസൾട്ട് അറിഞ്ഞിട്ട് വേണം നമുക്ക് മെഹന്തി നൈറ്റ് അറ്റൻഡ് ചെയ്യാൻ പോവാന്. അപ്പൊ നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ കുട്ടികളെക്കാട്ടിലും നമുക്കായിരിക്കും എന്തായിരിക്കും റിസൾട്ട്, ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഇവരെ ഞാൻ അറിയാണ്ട് നമ്മളാ എക്സ്പ്രഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ നിന്നിട്ടുണ്ടായിരുന്നു, നാത്തൂന്റെ മോളൊക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ റിസൾട്ട് നോക്കണ ആ ടൈമില് എന്താവും സൈറ്റിൽ കയറിയിട്ടാണെങ്കിൽ നമുക്ക് കണ്ണ് നിറഞ്ഞിട്ട് ടെൻഷൻ കൊണ്ട് കാണുന്നില്ല. പെട്ടെന്ന് മോൾക്ക് ഫുൾ A+ ആണ് പറഞ്ഞത് സമയത്ത് എന്താന്നറിയാത്തൊരു സന്തോഷം. കാരണം അത്രയും അവളെ എഫേർട്ട് എടുക്കുകയും ചെയ്തിരിക്കണു. നമ്മളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു നമുക്ക് പുറത്തുനിന്ന് കിട്ടേണ്ട ഒരു മാർക്കും ഇല്ല. കാരണം CBSE പഠിച്ചിട്ട് 9th മാറിയത്. അത് കാരണം ഒന്നിലും വേറെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഫുള്ള് പഠിച്ച് അധ്വാനിച്ചുണ്ടായ മാർക്കാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് അത് കേട്ടപ്പോ സന്തോഷത്തിനേറെ നമുക്ക് കണ്ണിന്ന് ആനന്ദ കണ്ണീരെന്നൊക്കെ പറയല്ലോ, അങ്ങനെ വന്നു. ഞാനിപ്പോ ഡെലിവറിന്റെ എല്ലാരും പറഞ്ഞതുകൊണ്ടാണ് അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കാരണം നമ്മളെ വിജയത്തിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും ഇഷ്ടം മക്കളുടെ വിജയം അറിയുന്നതല്ലേ. ആ ടൈമിൽ ഉണ്ടായ ആ ഒരു സന്തോഷം.
ഓക്കെ മിസ്. എല്ലാവരുടെ ലൈഫിലും പറഞ്ഞ കണക്ക് അമ്മയാവുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ്. പിന്നെ എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി പെട്ടെന്ന് തന്നെ ആയി. കല്യാണം കഴിഞ്ഞ് 1 month കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി മോനെ പ്രഗ്നന്റ് ആയി. അതുകൊണ്ട് അത് പെട്ടെന്ന് കിട്ടിയതായതുകൊണ്ട് അത്ര ഒരു ഇത് വന്നില്ല. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കാത്തിരുന്ന് പിന്നെ ഹസ്ബൻഡ് ആദ്യം നാട്ടിലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി. പിന്നെ ലീവിന് വരുമ്പോഴത്തേക്ക് പിന്നെ പ്രഗ്നന്റ് ആവുന്നില്ല. പിന്നെ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആയി. PCOD, പിന്നെ ഹീമോഗ്ലോബിന്റെ അളവ് കുറവ്, അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളും. പിന്നെ ഒരു പ്രഗ്നൻസി ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഇനി നടക്കുമോ എന്നറിയാം. ഏജും അങ്ങനെ പോന്നു. അങ്ങനെ ഒരു 8 വർഷം ആവാറായപ്പോഴത്തേക്ക് ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പോയി. അവിടെ നിന്നിട്ടും ഒരു വർഷത്തേക്കാ പോയത്. ഒരു 7 മാസത്തോളം നിന്നിട്ടും ഒന്നും ആവുന്നില്ല. നമുക്ക് അവിടെ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പൊ അവിടെ വെച്ചും തൈറോയിഡൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് ഇനിയിപ്പം ദൈവം തരുന്നെങ്കിൽ തരട്ടെ എന്ന് വിചാരിച്ച് ഒരാളുണ്ടല്ലോ. മോനിക്കും അപ്പൊ ഭയങ്കര ആഗ്രഹം. അവനും ഒരാളില്ല, അവനും അപ്പൊ 8 വയസ്സായി. അവനും എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു കളിക്കാൻ ആരും ഇല്ല. ഹസ്ബൻഡിനാണെങ്കിൽ ബ്രദേഴ്സ് അങ്ങനെ ആരും ഇല്ല. അന്നേരം അയാളും ഒറ്റപ്പെട്ട കണക്ക് അവനും ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ക്യാഷും ഇല്ല. അവിടുന്ന് ഗൾഫിലൊക്കെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് വരാൻ 3 മാസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാനിനി നാട്ടിൽ വരുമ്പോ എല്ലാരും ചോദിക്കുമല്ലോ, ഇത്രയും നാൾ അവിടെ പോയി നിന്നിട്ടും ആയില്ലേ എന്നുള്ള ഒരു ഇത്. അങ്ങനെ ഇരിക്കുമ്പോ വരുന്നതിന് ഒരു 3 മാസം മുമ്പ് ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആവുന്നു. അപ്പം ആ സമയത്ത് സന്തോഷം തോന്നി. പിന്നെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയത് പിന്നെ 2-ാം മാസം ആയപ്പോഴത്തേക്ക് സ്കാനിങ്ങിന് അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക്. അപ്പം ഞാനും മോനും കൂടെ പോകുന്നത്. ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഹസ്ബൻഡ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്നെയും മോനെയും അവിടെ ആക്കിയിട്ട് പോയി. അങ്ങനെ ഞാൻ മാത്രമേ സ്കാനിങ്ങിന് കയറുന്നത്. അപ്പം അവിടെ മറ്റേ നമ്മളെ മലയാളി ഡോക്ടേഴ്സ് അല്ല സ്കാൻ ചെയ്യുന്ന, വേറെ നല്ല ഒരു ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്യുന്ന ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു ബേബി മാത്രമല്ല വീണ്ടും ഒരാൾ കൂടെ കാണുന്നതെന്ന് പറഞ്ഞ ആ ഒരു നിമിഷം 2 പേരും ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ഞാന് കരയായിരുന്നു. കാരണം നമ്മൾ ഇത്രയും കാത്തിട്ട് നമുക്ക് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് കേട്ടോ. മാം ഞാൻ പറയട്ടെ മാം. സ്മിത. പേരെന്താണ്? സ്മിത. ഓക്കെ. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു ടീച്ചർ ആവാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ BEd ചെയ്യാൻ അന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായ കാരണം ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞ് പഠിക്കുന്നിടത്തും തന്നെ ഞാൻ എന്ത് ചെയ്യും, പിന്നെ പഠിക്കാൻ വരുന്ന വെച്ചാൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വലിയ വലിയ ആൾക്കാരും എല്ലാം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വയസ്സ് കുറഞ്ഞ കുട്ടികൾ എന്നല്ലല്ലോ. അപ്പൊ ഞാൻ അവിടുന്ന് പഠിക്കുന്നിടത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യൂ, ഓരെയും കൂടി പഠിപ്പിക്കാൻ തുടങ്ങും. പഠിക്കാൻ വന്ന ആളുണ്ടാവുമല്ലോ, അപ്പൊ അവര് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങുമ്പോ എന്നെ അവിടെ ടീച്ചറായിട്ട് വിളിച്ച്. അപ്പൊ ആടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞവൾ തന്നെ ഹസ്ബൻഡ് ഗൾഫിൽ തന്നെ ഹസ്ബൻഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ അന്നേരം തന്നെ ഇവിടെയുള്ള സ്കൂള് ഒരു ഹൈസ്കൂള് കമ്പ്യൂട്ടറിനായിട്ട് ടീച്ചറായിട്ട് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ടീച്ചർ ആവാ, ഞാൻ ടീച്ചർ ആയല്ലോ എന്നുള്ളതിൽ. ഇപ്പൊ 2 വർഷം ഞാൻ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് പോയിനെ. അപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ പിന്നെ റൂമിന്റെ പുറത്ത് എപ്പോ ഒരു കുട്ടി ഇരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി എന്തെങ്ങനെ ഇരിക്കുന്നേ? മിസ് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് എന്തെങ്കിലും ഇരിക്കും. അപ്പൊ ഓന്റെ സങ്കടവും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്ന് ആ ടൈമില് സ്കൂളിൽ ഭക്ഷണം ഇല്ലേനും. പിന്നെയാ വന്നത് 2002
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെറുതെ അവനോട് ചോദിച്ചു ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന ഇനി കഴിക്കുമോ. ഓനാന്ന് പറഞ്ഞേരം പിന്നെ എനിക്ക് വീട്ടിൽ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നല്ലേ സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഞാനൊരു ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഈ നാളെ പോ മോന് ചോറ് കൊണ്ടോണ്ടേ, വീട്ടിൽ നിന്ന് എന്ത് പറയും എന്നുള്ള ഒരു ടെൻഷൻ അതും ഉണ്ടേനെ. അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാനാന്നില്ല വീട്ടിൽ നിന്ന്. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്നാ പ്രശ്നം, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ സംഗതി പറഞ്ഞു, ഇങ്ങനെയുണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു അതിനെന്താ ഇഞ്ഞ് കൊണ്ടുപോകുമ്പോ ഒരു പൊതി ഓനും കൊണ്ടുവിടുന്നത്. അപ്പൊ ഞാൻ ഓനും കൊണ്ട കൊടുത്ത്. അപ്പം ഞാൻ 2 വർഷമേ ആടെ ജോലി ചെയ്തത്. പിന്നെ എനിക്ക് മോനായിരം പോവാൻ പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പം പിന്നെ ഞാൻ പിന്നെ കാണുന്നത് ഓൻ വലുതായി പോലീസായി ഇവിടെ കല്യാണം പറയാൻ വന്ന് ഭയങ്കര ഇത്. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിങ്ങിന് പോയേ. പോയ ഹൈസ്കൂളിൽ ഞാൻ നോക്കുമ്പോ എന്താ ഇവന്റെ ഫ്രണ്ട് ആടെ മാഷായിട്ട് വന്നിന്. അപ്പൊ ഇവന്റെ ഫ്രണ്ട് എന്നെ കണ്ടപാട് ഈ ടീച്ചറെ വിടണ്ടെന്ന് ചോദിച്ചെന്നോട്. ഭയങ്കര എനിക്കത് ഭയങ്കര ഒരു ഇതാ. അപ്പൊ ഓൻ പറഞ്ഞ് ഈ ടീച്ചർക്ക് ഇവിടെ ട്രെയിനിങ്ങിന് തരാണ്ട് എന്താ വന്നോന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട്. അപ്പൊ എന്നോട് പറഞ്ഞത് ആടെ ഞാനിവിടെ ട്യൂഷൻ സെന്റർ നടത്തുന്ന. അപ്പൊ പിന്നെ HM പറഞ്ഞ് ഏത് ക്ലാസ്സാ നമുക്ക് ഇതില് നോക്കുമ്പോ LKG UKG അല്ലേ, അപ്പൊ ആടെ ആളുണ്ട്. അന്നേരം മാഷ് എന്നോട് പറഞ്ഞ് പിന്നെ LSSന്റെ USSന്റെ മാത്സിന്റെ ക്ലാസ് എടുത്തു കൊടുക്കും. ഞാൻ ഇവിടെ മാത്സാ ഞാൻ ട്യൂഷൻ സെന്ററിൽ നടത്തുന്ന എന്റെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ഞാൻ മാത്സാ എടുക്കല്. അപ്പൊ ഞാൻ എടുക്കാന്ന് പറഞ്ഞ അങ്ങനെ LSSന്റെ USSന്റെ ക്ലാസ് എടുക്കാനാ ഞാൻ പോയത്. അപ്പൊ കുട്ടി ഓന്റെ ഫ്രണ്ടിനും ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. മനസ്സിലായോ? ഒരു കാര്യമാണ് എന്താ ചെയ്തത്. പ്രൗഡ് മൊമെന്റ്സ്. നെക്സ്റ്റ് ആരാണ്? അടുത്ത ആരാണ് പറയുന്നത്? ഞാൻ പറയാമാ. എന്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനൊരു +1 പഠിക്കുന്ന ടൈമില് എന്റെ അച്ഛൻ വന്നിട്ട് ആളൊരു മരുന്ന് കുടിച്ചു. വീട്ടിലൊരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു നായ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചെറിയൊരു ഇൻഫെക്ഷൻ ആയപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പിരിറ്റ് പോലത്തെ ഒരു മരുന്ന് വാങ്ങിയതാണ്. അപ്പൊ ആള് ഓട്ടോ ഡ്രൈവറാണ്. അപ്പോ ആളുടെ വെള്ളക്കുപ്പിയിലാണ് ആ മരുന്ന് വാങ്ങിച്ചത് കാണിച്ചപ്പോ. അപ്പൊ ആളത് അറിയാതെ വെള്ളാണെന്ന് പറഞ്ഞെടുത്ത് കുടിച്ച ആള് സീരിയസ് ഒക്കെ ആയിട്ട് തൃശ്ശൂരൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്ന നമുക്ക് ഉറപ്പ് തീരെ ഉണ്ടായിരുന്നില്ല, അത്രയും സീരിയസ് ആയിരുന്നു. അപ്പൊ ആളുടെ തൊണ്ടയൊക്കെ എന്താ പറയാ സ്പിരിറ്റ് അല്ലേ, അപ്പൊ തൊണ്ടയൊക്കെ നല്ല പൊള്ളി ആൾക്ക് നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും ഇറക്കാൻ പറ്റാനിട്ട് നമ്മള് ഉടച്ചിട്ടൊക്കെയാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ഒരു ടൈമിൽ അച്ഛനെ തിരിച്ച് കിട്ടി എന്നറിഞ്ഞ ഒരു ടൈം, അതാണ് എന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ്. അരുണ ജയൻ. അരുണ. ഷബ്ന. ഹലോ. എനിക്ക് ഏറ്റവും ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മോന് മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടായത്. പക്ഷെ മോനുണ്ടായ ഒരു സമയത്തിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഹാപ്പി ഉണ്ടായിരുന്നത് മോളുണ്ടായ ഒരു സമയമാണ്. കാരണം അവന് 6 വയസ്സുണ്ടായപ്പോഴാണ് മോളുണ്ടാവണത്. അതും കൊറോണ, എനിക്ക് PCOD, യൂട്രസിന് തീരെ ബലം കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, സ്റ്റിച്ചിങ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് മോളുണ്ടായത്. അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ, ഇവിടെയും ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ 2 പെങ്ങന്മാര്. അവർക്കാണെങ്കിലും 3 ആൺകുട്ടികളാണ് മൂത്തത്. രണ്ടാമത്തെ സിസ്റ്ററിനാണെങ്കിലും 3 ആൺകുട്ടികളാണ്. അപ്പം മോളുണ്ടായതാണ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളൊരു മൊമെന്റ് പറയുന്നത്. അതും കൂടാതെ എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഞാൻ ഈ കൊറോണ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഓൺലൈനിൽ കൂടെ ഒരു ബൊട്ടീക്ക് തുടങ്ങി.
ആ ബൊട്ടീക്ക് നല്ല ക്ലിക്കായി. ആ ക്ലിക്കായി പോരാത്തതിന് എനിക്ക് എൻ്റെ വീട്ടിലാണെങ്കിലും വലിയ പൈസയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകാനുള്ള പൈസ ഉണ്ട്. പക്ഷെ നമ്മള് അധ്വാനിച്ചിട്ടൊരു പൈസ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫീലിംഗ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഹസ്ബൻഡിന് ഒരു ഐഫോണ് 12 കൊടുത്തു. അതാണ് എനിക്ക് അപ്പോഴുള്ളൊരു മൊമെന്റ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമാണോ സങ്കടമാണോ എന്ന് അറിയണില്ല. ഈ 2 മൊമെന്റാണ് എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന മൊമെന്റ്. ശരി, താങ്ക് യു സുന്ദ. അനന്യ എന്നാണ് കണ്ടിരിക്കുന്നത്. അനന്യ ആരണ്യ അതാരാണ്? യെസ് മാം. പേര് പറയൂ. ശ്രീജ. ശ്രീജ എന്തായിരുന്നു? മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്റെ കുട്ടിക്ക് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയ ദിവസമായിരുന്നു മാം. ടീച്ചർ വിളിച്ചു പറഞ്ഞു ആരണ്യക്ക് സമ്മാനം ഉണ്ട് എന്ന് പറയണ ആ മൂവ്മെന്റ്. എന്നിട്ട് ഞങ്ങൾ പോയി. അപ്പൊ നിറയെ അങ്ങനെ ഓഡിയൻസ് ഇരിക്കണ ആ സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് സമ്മാനം കിട്ടി. ആ ഒരു മൊമെന്റ് നന്നായിട്ടുള്ള സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് അവള് LKG UKG ഉണ്ടായിരുന്നു. പക്ഷെ അത് മറ്റുള്ള കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇവള് ക്ലാസ്സിൽ ഫസ്റ്റ് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങക്ക് സമ്മാനം കിട്ടി. അത് നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. മാം എൻ്റെ പേര് സബീന ഫ്രെഡി. ഇപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ലൈഫിൽ എനിക്ക് ഏറ്റവും എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അഥവാ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയ മൂമെന്റ് എൻ്റെ ഡെലിവറി ടൈം തന്നെയാണ്. മോനെ ആദ്യമായിട്ട് കണ്ടതും അവൻ്റെ ചിരി, അവൻ്റെ സ്മൈലായിരുന്നു ഏറ്റവും എനിക്ക് ഭയങ്കര ഇതായിട്ട്. പിന്നെ അവനിലൂടെ എനിക്ക് ഒരുപാട് എന്താ പറയാ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഞാൻ ഒരു 2021 എൻ്റെ ലൈഫിൽ ഒരു ബാഡ് മൂമെന്റ് വന്നത്. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് എന്ന ഒരു ഇത് വന്നത്. അപ്പൊ മൊത്തം പോയി ഡള്ളായി. പിന്നെ എനിക്ക് ഏറ്റവും ലൈഫിൽ നമ്മൾ ഓരോ പ്രാവശ്യം ട്രീറ്റ്മെന്റിന് പോകും, സ്കാനിങ് റിപ്പോർട്ട് കാണിക്കും, അപ്പോഴും നമുക്ക് എപ്പോഴും നെഗറ്റീവാണ്. ഈ ഒരു പ്രാവശ്യം ഈ ഒരു മാസം ഞാൻ പോയിട്ട് വന്നതാണ്. വന്നപ്പോൾ പോസിറ്റീവാണ്, കുഴപ്പമില്ല. ഒരു 1.5 വർഷത്തെ ഗ്യാപ്പിൽ ഇനി വന്നാൽ മതി, ഫോളോ അപ്പ് ആയി കിട്ടി. ആ ഒരു പറഞ്ഞ ടൈമിലില്ലേ എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് ആണ്. പിന്നെ കൂടാതെ എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു കോഴ്സ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് കുറെ ചങ്കത്തികൾ കിട്ടി. അതൊക്കെ എനിക്ക് ഏറ്റവും ഓൺലൈനായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഇത്രയും ഒരു സൗഹൃദം ഉണ്ടാവും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു വർഷം എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ്. എല്ലാം നല്ലതായിട്ട് സംഭവിക്കട്ടെ കേട്ടോ. പേരെന്താണോ പറഞ്ഞത്? എന്റെ പേര് സബീന. നിക്നെയിം സൗമ്യ എന്നാണ്. സൗമ്യ ചേച്ചി 2 മാസമായി ക്ലാസ്സിലും കയറൂല, ആരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പൊ ഈ 6ാം തീയതി ചേച്ചി ട്രീറ്റ്മെന്റിന് വേണ്ടി പോയത്. അത് വരെ ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷെ റിസൾട്ട് പോസിറ്റീവ് ആയപ്പോ എല്ലാവർക്കും സന്തോഷം. ഞാൻ ഇപ്പൊ തുടങ്ങിയുള്ളൂ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. കുറച്ച് റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണാറുണ്ട്. ക്ലാസ് എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പ്രാക്ടിക്കൽസിന് വരണം, കൺവോക്കേഷന് വരണം, ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ അതിലൊക്കെ കൂടണം കേട്ടോ. എല്ലാത്തിനും സാധിക്കും, എല്ലാത്തിനും പറ്റും. ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇരിക്കുക കേട്ടോ. ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ അല്ലേ? ഓക്കെ, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നമ്മൾ എന്തെന്നാലും പുറകോട്ടില്ല, മുന്നോട്ട് തന്നെ, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. എന്തും വന്നോട്ടെ, നമ്മൾ അതിനെ പോസിറ്റീവായിട്ട്. പോസിറ്റീവായില്ലത് മാം ഞാൻ പോസിറ്റീവാണ് മാം. പരമാവധി ഞാൻ ഇപ്പൊ ഇവർക്കൊക്കെ അറിയാം, ഇപ്പൊ ഋഷുവിനൊക്കെ അറിയാം ഞാൻ പരമാവധി പോസിറ്റീവാണ്. പക്ഷെ എങ്കിലല്ലേ നമ്മൾ ആ ഒരു ടൈം എത്തുമ്പോ എന്താന്നറിയില്ല, കാറ്റ് പോയി ബലൂൺ പോലെ ആവും ഞാൻ. പിന്നെ എന്നാലും ഞാൻ പിടിച്ചു നിൽക്കും, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഒന്നിനെ പിടിക്കണില്ല. സമാധാനമായിട്ടിരുന്നോ കേട്ടോ, പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഹലോ, ഓക്കെ, പേര് പറയൂ. എന്റെ പേര് പ്രിഞ്ചു എന്നാണ് മിസ്. പേര് പറയൂ ഒന്ന്. പ്രിഞ്ചു. പ്രിഞ്ചു, ഓക്കെ, നൈസ് നെയിം. പറയൂ. എന്റെ ലൈഫിലൊരു ഹാപ്പി സ്റ്റാർട്ടായിട്ട് എനിക്ക് സ്റ്റുഡന്റ് ആവാൻ എന്റെ അമ്മയുടെ അച്ഛൻ്റെ ഫേസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത്.
ആ ഒരു ഹാപ്പിനെസ് എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് കിട്ടുമ്പോഴും അവരുടെ ഫേസിൽ നാട്ടിൽ തന്നെ ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടിയ പിന്നൊന്നും എന്റെ ഹസ്ബൻഡിന് മാത്രമാണ്. അപ്പൊ അത് അവർക്ക് ഭയങ്കര ഒരു എനിക്ക് കിട്ടിയത് ഭയങ്കര ഒരു പ്രൈവറ്റ് മൊമെന്റ് ആയിരുന്നു. റീസെന്റ് എന്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഞാൻ എനിക്ക് വേണ്ട ഗോൾഡ് ഞാൻ തന്നെ വാങ്ങിക്കണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സേവിങ്സ് ഒക്കെ വർക്ക് ചെയ്ത് സേവിങ്സ് ഒക്കെ വെച്ച് എനിക്ക് ഗോൾഡ് വാങ്ങിച്ച് ആ ഒരു നടക്കുമ്പോൾ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ ഫേസ് നോക്കും. ആ 4ാം ക്ലാസ്സിൽ കണ്ട അതേ ഒരു മൊമെന്റും ഹാപ്പിനെസ്സും അവരുടെ ഫേസിൽ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആണ്. ആ ഒരു അതെനിക്ക് കണ്ടിന്യൂസ് പ്രോസസ്സ് ഒക്കെ ആയി എപ്പോഴും അവരുടെ ഹാപ്പിനെസ് കാണാം. അതൊക്കെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പി മൊമെന്റ്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? മാം ഞാൻ പറയാം. അറഫ. ഓക്കെ. എല്ലാരും അമ്മയാണെന്നൊരു നിമിഷാ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ കല്യാണം കഴിഞ്ഞ ഒരു മൊമെന്റ് ആണ്. കാരണം വെച്ചാൽ എന്റെ ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങള് ഒരേ കോളേജിലെ സീനിയർ ജൂനിയർ ആയിട്ടായിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര എന്നാ പറയുന്നേ ഭയങ്കര ലവ് ചെയ്യുന്ന സമയം എന്താന്ന് എല്ലാവർക്കും അറിയാലോ. കണ്ണും മൂക്കും ഇല്ലെന്നല്ലേ പറയുന്നത്. അതുപോലെ ഭയങ്കര എന്നാ പറയുന്നത് ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ഞങ്ങളുടെ മിസ്സുമാരൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ വീട്ടില് പറഞ്ഞപ്പം ഇക്കാന്റെ വീട്ടില് എല്ലാരും സമ്മതമായിരുന്നു. എന്റെ വീട്ടില് അങ്ങനെ വലിയ താല്പര്യം അച്ഛൻ ആദ്യം കാണിച്ചില്ല. അച്ഛൻ വേറെ ഇത് വലിയ താല്പര്യം കാണിക്കാതെ വേറെ ആലോചനകളിലോട്ടൊക്കെ പോയി. അങ്ങനെ പോയി നമുക്ക് സ്നേഹിച്ച ഒരാളെ മനസ്സിലിട്ടുകൊണ്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കാരണം ഒന്നും നോക്കിയില്ല, ഇറങ്ങിപ്പോരാം എന്നുള്ള രീതി വരെ എത്തി. ലാസ്റ്റ് പക്ഷെ എന്താ എന്റെ അച്ഛൻ്റെ അനിയൻ ഒക്കെ വന്ന് അച്ഛനോടൊക്കെ ഭയങ്കര ഇതായിട്ട് സംസാരിച്ച് എന്തോ ലാസ്റ്റ് സമ്മതിച്ച ആ കല്യാണ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. സ്റ്റേജിൽ നിന്ന് ഇക്കാനെ നോക്കുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന ആ ഒരു സമയം എൻ്റെ ഇക്കാന്റെ കണ്ണിൽ കണ്ടൊരു സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമയമാണ്. ഞാൻ പറയാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളെക്കാട്ടി എനിക്ക് ഇഷ്ടവും എൻ്റെ ഇക്കാനെയാണ്. അതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു നിമിഷം. ട്രൂ ലവ് അല്ലേ? അടുത്തതാരാണ്? ഞാൻ പറയാമോ? ഞാൻ പറയാം. ആരാണ്? ഫർസാനയാണോ? രണ്ടുപേരും പറഞ്ഞു. ഞാൻ അൻസിനി. ആരെങ്കിലും ഞാൻ പറഞ്ഞോളൂ. ഫർസാന പറയൂ. എല്ലാവരും കല്യാണം കഴിഞ്ഞതും സ്നേഹിച്ചതും ഒക്കെ പറയണത് കല്യാണം കഴിഞ്ഞ് ഇവിടെ ഒരു മോനും ഒരു മോളും ഉള്ളത് വീട്ടില്, കല്യാണം കഴിഞ്ഞ വീട്ടില്. പഴയൊരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ അവരുടെ അടുത്ത് നിൽക്കുന്ന് പറയാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. റൂമും കാര്യങ്ങളൊന്നും ശരിയല്ല. ഒരു റൂമുണ്ട്, അതിൽ ഞങ്ങൾ ഒരു റൂമിൽ ഉമ്മ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ അങ്ങനെ ഗൾഫിൽ പോയി ആ വർഷത്തിലെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വീട് പൊളിക്ക, വീട് വേറെ കയറ്റ എന്നൊക്കെ പറഞ്ഞ് 1 വർഷം ആയപ്പോഴത്തേനും പുതിയൊരു വീടൊക്കെ കയറ്റി. അപ്പൊ ആര് പുറത്തുനിന്ന് വന്നാലും നമുക്ക് സന്തോഷത്തോടെ ഇവിടെ നിക്ക 2 ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ സൗകര്യങ്ങളും ആക്കിയൊരു വീട് ആക്കി തന്നു. അതൊരു സന്തോഷാണ്. ഇപ്പൊ പുറത്തുനിന്ന് ഒരു 3 റൂം അങ്ങനെ ഒരു ഹാള് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു അപ്പൊ വീട്ടിലാണ് ഏറ്റവും മറക്കാനാവാത്തൊരു സന്തോഷം അല്ലേ ഫർസാന? വീടാക്കി ബ്രേക്ക് ആയി പോകുന്നു. ബ്രേക്ക് ആയി പോകുന്നു കേട്ടോ. നെക്സ്റ്റ്. ഓക്കെ ഫർസാന, താങ്ക് യു. അൻസി ഷാഹിദ്. ഓക്കെ മാം. എൻ്റെ ലൈഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു ടീച്ചർ ആവുക എന്നുള്ളത്. അതിനായിട്ട് ഫസ്റ്റ് +2 കഴിഞ്ഞ ശേഷം ഞാൻ PTCക്ക് അഡ്മിഷൻ എടുത്തു. അവിടെ ക്ലാസ്സൊന്നും കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ ടീച്ചറിന്റെ കമ്മീഷൻ വരുന്നൊരു സമയമുണ്ട്. ആ കമ്മീഷൻ വരുമ്പോൾ നമ്മുടെ ഫയലുകളൊക്കെ കാണിച്ചു കൊടുത്തു, റെക്കോർഡ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം കമ്മീഷൻ വരുന്ന സാർമാർക്ക് നമ്മൾ ഒരു സ്കൂളിൽ പോയി ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അവിടെ വെച്ച് ക്ലാസ് എടുത്ത് കൊടുത്തപ്പോൾ അവിടെ സാറ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ സ്ട്രൈറ്റ് ബെഞ്ചിൽ വന്നിരിക്കും ഒരു ക്ലാസ് കാണാൻ വേണ്ടി. അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ക്ലാസ് ഒക്കെ എടുത്ത് ചാർട്ട് പ്രസന്റേഷൻ അങ്ങനെല്ലാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഫ് ഹോൾഡറും ഒരു സെക്കൻഡ് മദറും ആവാനായിട്ടുള്ള ഒരു
ഇത് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ നമ്മ ഒരു ഡിഗ്രി എടുത്ത് ടീച്ചറാണ് പറയുന്നോണ്ട് ഒരു കാര്യമില്ല. ഒരു സെക്കൻഡ് മദർ ആവാനും അതിനോടൊപ്പം തന്നെ ഒരു സ്കഫോൾഡർ ആവാനുള്ളതും കൂടെ നമുക്ക് ഒരു ഇതുണ്ടാവണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ പുറത്ത് തട്ടിക്കൊണ്ട് ആ സാറ് പറഞ്ഞു, തനിക്ക് ഇതിനെന്തായാലും ഇതിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഇത് തനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പേപ്പറിൽ സൈൻ ചെയ്ത് തരും, നമ്മളുടെ മാർക്കൊക്കെ ഇട്ടിട്ട്. ആ സൈൻ ചെയ്ത് തന്ന് തനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് തന്ന ഒരു നിമിഷം, അതെനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് എന്റെ ലൈഫിൽ. ഓക്കെ, വെരി ഗുഡ്, നൈസ് മൊമെന്റ്. അടുത്തത് ആരാണ്? താങ്ക് യു എൻസി. ഞാൻ പറയാം. ശരണ്യ. എനിക്ക് ഈ പറഞ്ഞ പോലെ മക്കള് ഫസ്റ്റ് മോളുണ്ടായപ്പോഴൊക്കെ നല്ലൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലുത്, നമ്മളൊരു മദർ ആവണത്. പക്ഷെ എല്ലാരും അതെല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ലൈഫിൽ ഉണ്ടായത്, ഇപ്പൊ നമ്മള് പ്രാക്ടീസിന് കയറിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അടുത്ത സ്കൂളില്. അപ്പോ ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഡേ ഉണ്ടല്ലോ, അതിനു മുമ്പും കുട്ടികൾ നമ്മളായിട്ട് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ കുറുമ്പ് അങ്ങനത്തെ ഈ ഒരു പ്രായമാകുമ്പോൾ കുറച്ച് അതും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉള്ള കുട്ടികളും ഉണ്ട്. എന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു കുട്ടികൾക്ക്. ആ ഒരു ഏജ് അങ്ങനെയാണല്ലോ. അപ്പോ നമ്മള് എല്ലാവരും പറയും, അവിടെയുള്ള ടീച്ചേഴ്സ് പറയും, ഒരു ക്ലാസ് ഓൾറെഡി കുറച്ച് കുറുമ്പ് കുട്ടികളായിരുന്നു. അപ്പൊ അങ്ങനെ നിക്കണ്ട, അവരുടെ അടുത്ത് ഓവറായിട്ട് ഫ്രണ്ട്ഷിപ്പ് പോലെ അങ്ങനെ ഫ്രണ്ട്ലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ തീരെ നമ്മളായിട്ട് ഇതാവില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്നാലും ഞാനിങ്ങനെ ഒരു കുഴപ്പമില്ല, നമ്മൾ കുട്ടികളല്ലേ, നമ്മൾ ചീത്ത പറയാനെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ദേഷ്യമാവോ, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് പോരുന്ന അന്ന് ഞാൻ ഇങ്ങനെ അവർക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തായിരുന്നു. എന്നിട്ട് ഇറങ്ങുമ്പോ മക്കള് ഭയങ്കര കരച്ചിലായിരുന്നു. ടീച്ചറെ പോവണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തീരെ വിടുന്നില്ല. എനിക്കാണെങ്കിൽ മോൻ നഴ്സറി പോവാൻ, ഞാൻ തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് അവനെ എടുക്കാറ്. അന്ന് മോനെ എടുക്കാൻ പോലും എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റണില്ലേ, ലേറ്റ് ആവും. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയും ടീച്ചറെ അടുത്തിനും, ഇവര് വിടുന്നില്ലേ. കാരണം എന്നിട്ട് ഹെഡ് ടീച്ചറോ എല്ലാവരും വന്ന് എന്താ സംഭവം അപ്പൊ ഇങ്ങനെ കഴിയല്ലേ, ക്ലാസ് കഴിയുന്ന ഡേ ആയതുകൊണ്ട് അവസാനം ഞാനും കരഞ്ഞിട്ടാ പോകുന്നത് അവിടുന്ന്. അങ്ങനത്തെ ഒരു മൊമെന്റ് നമുക്കതൊരു മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആയിരുന്നു അവിടുന്ന്. പിന്നെ വീട്ടിലെത്തിയിട്ടും നമ്മളോട് ഒരു വിഷമം മാറാതെ ഒരു കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് നമ്മളെ അടുത്ത് പറഞ്ഞു, ട്രെയിനിങ്ങിന് കയറിയതായിരുന്നല്ലേ, അപ്പൊ മോള് കരച്ചിൽ നിർത്തിയില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ പറഞ്ഞായിരുന്നു പുതിയ ടീച്ചർ പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ ആ മോളെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. അപ്പൊ അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു, ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് കൂടിയായിരുന്നു. സന്തോഷവും സങ്കടവും ഒക്കെ കൂടി ഉണ്ടായ ഒരു സമയമായിരുന്നു അന്ന്. പിന്നെ ഞാനാണ് ഞാൻ പറയാം. പിന്നെ എല്ലാരും ഇതേപോലെ തന്നെ കുട്ടികൾ ഉണ്ടായത് വലിയ ഹാപ്പി തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വീട് മാറി താമസിച്ചത് വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഭർത്താവിന്റെ വീട്ടിലെന്ന് വെച്ചാല് ചെറിയ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ട് കുരിയാൻ എങ്ങനെയും മാറിപ്പോയാൽ മതിയെന്ന് വിചാരിച്ച സമയത്ത് വീട് മാറി അവിടേക്ക് മാറിയപ്പോഴാണ് അതിപ്പോ ആ സന്തോഷം ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ട്. ഇപ്പോ 12 വർഷം മോളുണ്ടായിട്ട് 12 വർഷത്തിന് ശേഷമാണ് പിന്നെ ഇപ്പൊ മോനുണ്ടാവുന്നത്. അപ്പോ അതെന്ന് വെച്ചാല് രണ്ടാളെ ഡേറ്റ് ഓഫ് ബർത്തും ഇയർ മാത്രം മാറ്റം, ജൂൺ 1-നാണ് രണ്ടാളും ഉണ്ടായത്. അപ്പൊ അത് വലിയ സന്തോഷായി. പിന്നെ ഉണ്ടായത് നമ്മുടെ ഈ പിന്നെ ഇതില് ഗ്രൂപ്പിന്റെ അകത്ത് ക്രിസ്മസ് ന്യൂ ഇയറിന് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കലുണ്ടായിരുന്നു. അപ്പൊ അതില് എനിക്ക് കിട്ടിയ ഫ്രണ്ടായിരുന്നു രഞ്ജു എന്ന് പറഞ്ഞിട്ട്. അവരെനിക്ക് ക്രിസ്മസ് ഇതുവരെ കാണുക പോലും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് അയക്കുമായിരുന്നു. അപ്പൊ ഇതുവരെ കാണാത്ത ഒരാള് ആ ഗിഫ്റ്റ് കൈ കിട്ടിയപ്പോ അത് വലിയ സന്തോഷായി. ഞാനും പറയാൻ നോക്കി കേട്ടാ, പക്ഷെ എനിക്ക് അതിലും വേറെ ഒരു കഥ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയാണ്ടായിപ്പോയത്. എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് മോസിനെയാണ്. അപ്പൊ ഓള് എനിക്ക് ഗിഫ്റ്റ് അയച്ച, അപ്പൊ ഞമ്മ പഠിക്കുമ്പോ ഇങ്ങനെയുള്ള ഇല്ലേനു, ഈ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായത്. അപ്പൊ അതെല്ലാം വലിയൊരു സംഭവം തന്നെയാണ്. നമ്മള് ആദ്യം തുടങ്ങിയ ഒരാള് പറയാനുണ്ടായിരുന്നില്ല, ആള് വിട്ടുപോയി, പേരുണ്ടായിരുന്നു, സെലിനാണോ? സെലിൻ റേഞ്ച് കറക്റ്റ് ആണോ? കേക്കാവോ മാം? പറഞ്ഞോളൂ. മാം, എന്റെ കാര്യം എന്ന് വെച്ചാൽ എന്റെ പപ്പയും മമ്മയും മാനസിക രോഗമായിരുന്നു.
അപ്പൊ എനക്ക് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പം ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗൾഫിലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ എന്റെ നാത്തൂന്റെ കൂടെ ആയിരുന്നു, ഹസ്സിന്റെ നാത്തൂന്റെ കൂടെ ആയിരുന്നു, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അവിടെ താമസിച്ചോണ്ടിരുന്നത്. അപ്പം എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, വീട്ടിൽ എന്നെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. പപ്പായുടെ അമ്മയായിരുന്നു ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒന്നും അറിയില്ല. അപ്പൊ എന്നെ ഈ ഹസ്സിന്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടെ ഭയങ്കരമായിട്ട് മെന്റലി തളർത്തി ഒത്തിരി, എന്തിനാ സെല്ലിനെ കെട്ടിച്ചു വിട്ട, അങ്ങനെ ഇങ്ങനെ. സെല്ലിനെ ഒന്നും അറിയില്ല. ഇതിനു മുന്നേ ഞാന് സ്കൂളില് UK പഠിപ്പിക്കാൻ പോയായിരുന്നു. ഒരു ടീച്ചറാണോ, ഇങ്ങനാണോ ഒരു ടീച്ചർ, അങ്ങനാണോ എന്നൊക്കെ ചോദിച്ചോണ്ട്, ഒരു കുക്കിംഗ് അറിയില്ല എന്നും പറഞ്ഞോണ്ട് എന്നെ അവിടെ ഇട്ട് ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് മോനായി. അത് കഴിയുമ്പോ ഞാൻ അവിടെ നിന്ന് വന്നു, പിന്നെ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കോഴ്സിന് ചേർന്നത്. കോഴ്സിന് ചേർന്ന് കഴിഞ്ഞ് ഞാനിപ്പോ ഇത് ആയിക്കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി മാം. ഞാനായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. സത്യമായിട്ടും അഭിമാനം തോന്നുവാണ്. അവരുടെ മുന്നിൽ, അവരെക്കാട്ടി മുന്നേ ആ ചേച്ചി ഇപ്പം ടീച്ചറിന് പഠിക്കുവാണ്. അവരെക്കാട്ടി മുന്നേ എനിക്ക് ജോലി മേടിക്കാൻ പറ്റി. ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആണ് മാം. അതാണ് സെല്ലിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മൊമെന്റ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇനി വേറെ വിഷമങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം കേട്ടോ. എനിക്കിനി പപ്പായും മമ്മിയെ നല്ലപോലെ നോക്കാൻ പറ്റും. എനിക്ക് സ്വന്തം കാര്യം നിൽക്കുക അല്ലേ സെലിൻ? അതെ മാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാവരുടെയും പറയാൻ പറ്റില്ല, ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു അവസരത്തിലെ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരുടെയും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും കുഞ്ഞുണ്ടായത് തന്നെയാണ്, അല്ലെങ്കിലും നമ്മൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തത കാണാൻ സാധിച്ചു. ഒന്ന് സ്മിത പറഞ്ഞത് അല്ലെ, സ്മിത പറഞ്ഞ ഒരു മൊമെന്റ് അത് വ്യത്യസ്തമായിരുന്നു. പിന്നെ ആരാണ് ഒരു സുഖമില്ലാത്ത കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ആരാണ് പേര് പറഞ്ഞത്? സബീന. സബീന. സബീനക്ക് ഇപ്പൊ ഓക്കെ വരുന്നല്ലേ, അസുഖമൊക്കെ മാറുന്നുണ്ട്. അതൊരു നല്ല മൊമെന്റ് ആയിരുന്നു. പിന്നെന്താണ്, അങ്ങനെ വ്യത്യസ്തമായ കുറച്ച് മൊമെന്റ്സുകൾ നമുക്കിവിടെ കേൾക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ആ മൊമെന്റ്സ് പിന്നീട് ഓർത്തെടുത്തപ്പോ എന്താ തോന്നിയത്? എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായത്? വളരെ സന്തോഷത്തോടുകൂടിയാണോ പറഞ്ഞത് നിങ്ങളെ? വീണ്ടും ആ ടൈമിലേക്ക് നമ്മൾ എത്തിയ പോലെ ഒരു ഫീലിംഗ് തോന്നി മാം. തോന്നി, അതൊന്ന് ഓർത്തെടുത്തപ്പോ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് തോന്നിയത് അല്ലേ? ഓക്കെ. ഇത് പറയുമ്പോ തന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് ആ ഫീലിങ്സ് അറിയാൻ പറ്റും മാം. അതെന്താണ് അവരനുഭവിച്ച ആ ഒരു സന്തോഷമോ എന്താ മൊമെന്റിനെ കുറിച്ച് അത് അതിൽ നിന്ന് ഫീൽ ആവാനുണ്ട്. യെസ്, നമുക്ക് എന്ത് നല്ല മൊമെന്റ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുവിധം വാക്കുകളിലൂടെ അത് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ? നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല, അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. സ്പീച്ച്ലെസ് ആണ് നമ്മൾ. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുടെ എല്ലാവരും സംസാരിച്ച് നമുക്ക് മനസ്സിലാവും. എല്ലാവർക്കും ഇതുപോലെ ഇനിയും നല്ല നിമിഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ സങ്കടങ്ങളും ഉണ്ടാവും, നമുക്ക് സമ്മിശ്രമായ ഒരു ജീവിതമാണ് അല്ലെ? സങ്കടങ്ങൾ ഉണ്ടാവും, അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക. അത്രയൊക്കെ എത്തിയില്ല, ഇനി അങ്ങോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ? ഏകദേശം കൗണ്ട് ഡൗൺ ഒക്കെ തുടങ്ങി, തീരാറായി. നന്നായിട്ട് പഠിക്കാം, നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് കയറാത്തവരൊക്കെ ഇനിയിപ്പോ കയറാണ്ട് മടിച്ചു നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ ഈ ഒരു സന്തോഷം കൂടി അല്ലെ? റെഗുലർ ക്ലാസ് ഇനി അവസാനിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാല്, മാസങ്ങൾ കൂടി കഴിഞ്ഞാലേ. അപ്പൊ കയറാത്തവരുണ്ടെങ്കിൽ കയറാം. ഈ ഒരു സന്തോഷം ഈ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് ഒന്നാം ക്ലാസ്സിൽ കയറായിരുന്നു, ഫസ്റ്റ് ചെയ്യായിരുന്നു പിന്നീട് ആലോചിച്ചാൽ നമുക്കത് തിരിച്ചു കിട്ടില്ല. റെക്കോർഡൊക്കെ കാണാൻ പറ്റും അല്ലെ? റെക്കോർഡൊക്കെ വേണമെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ ലൈവ് ക്ലാസ്സിന്റെ ആ ഒരു മൊമെന്റ് അതൊക്കെ അറിയാലോ, ലൈവിന്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അത് സത്യം പറഞ്ഞാൽ എന്താ ജീവൻ വെച്ച ക്ലാസ്സുകളാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ? അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യാനൊക്കെ പറ്റും, സംസാരിക്കാൻ പറ്റും. ആ ഒരു എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ? ടീച്ചർ ഇന്ററാക്ഷൻ പോലെ തന്നെ നിങ്ങൾ ഞാനും തമ്മിൽ നല്ലൊരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ ലൈവ് ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകൾ മാക്സിമം എല്ലാവരും കയറാൻ നോക്കാം. നല്ല രീതിയിൽ നിങ്ങൾ പഴയ പോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ക്ലാസ്സിൽ എങ്ങനെയായിരുന്നോ പണ്ട് ഇരുന്നത് അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നന്നായിട്ട് സംസാരിക്കണം കേട്ടോ. അതന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരിടക്ക് വെച്ച് ഇങ്ങനെ ഒരു സൈലൻസ് വന്ന് പിടിപെട്ടതാണോ എന്ന് അറിയില്ല നമുക്ക്,
എങ്കിലും ഇങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. അടുത്ത ക്ലാസ് മുതലേ എല്ലാവരും എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കണം. യെസ്. പിന്നെ ആരും എന്ത് ഇത് പറയാഞ്ഞേ? മോണ്ടിസോറി ചേർന്നതാണ് ഏറ്റവും വലിയൊരു മൊമെന്റ്. ആരും പറയാൻ എന്താണ്? മിസ്സേ അത് നല്ല മൊമെന്റ് ആണ്. പക്ഷെ അത് മിസ്സേ ഞാൻ പറഞ്ഞു സ്മിതേച്ചിനെയാണ് എനിക്ക് ഫ്രണ്ട് ആയിട്ട് കിട്ടിയിട്ടോ. ക്രിസ്മസിന് ന്യൂ ഇയർ ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് സ്മിതേച്ചിനെയാണ്. അങ്ങനെ സ്മിതേച്ചിനെ കിട്ടി. സ്മിതേച്ചി അന്ന് ന്യൂ ഇയറിന് ഗിഫ്റ്റ് ചേച്ചിക്ക് അന്ന് സൗണ്ട് ഒക്കെ പോയി ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തന്നു. എന്തായാലും മോൾക്കും ഇക്കും വേണ്ടി ഗിഫ്റ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ ആ സമയത്ത് മോൾക്ക് എനിക്ക് അനിയത്തിയുടെ കല്യാണം കൂടിയുള്ള കാരണം ഞാൻ ബർത്ത്ഡേക്ക് അവൾക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്താണ് സ്മിതേച്ചി മോൾക്ക് എന്തായാലും ഡ്രസ്സ് എടുത്തു. അന്ന് കുറച്ചൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങില്ല എന്ന് വെച്ചാൽ അവളാണെങ്കിൽ തലേ ദിവസം ഭയങ്കര കരച്ചില്, ഉമ്മച്ചിക്ക് ഡ്രസ്സ് വാങ്ങി തന്നില്ലോ കേക്ക് മുറിക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പൊ ഉണ്ട് അന്ന് രാവിലെ സ്മിതേച്ചി മോൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്ക് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചതായി ഇങ്ങനെ എന്റെ അടുത്ത് ക്യാഷ് ഇല്ലാണ്ട് ഇരിക്കാം. സ്മിതേച്ചി മോൾക്ക് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞിട്ട് പോലും ഇതിൽ ഒരുപാട് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. ഇനി ഓരോരുത്തരും ചെയ്യാനുണ്ട്. ഇത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നോക്കിയാ ആണോ സ്മിത? ഞാൻ ചേച്ചിനെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്ക സ്വന്തം കൂടെ ഇപ്പൊ ഇത്രയും ദൂരം, ചേച്ചി കോഴിക്കോട്, ഞാൻ പാലക്കാടാണ്. ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. വെറും ഈ 6-7 മാസത്തെ ഒരു പരിചയം. എനിക്ക് സങ്കടാണ് റിഷാന്. മതി. അപ്പൊ അതൊക്കെ ദൂരം ഒരിക്കലും എന്താണ് സ്നേഹത്തിന്റെ ഒരു ബോർഡറേ അല്ല. സ്നേഹത്തിനൊന്നും അല്ല അത് ദൂരം. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയെങ്കിലും അയക്കാൻ പറ്റും അല്ലെ? ഗൂഗിൾ പേ ചെയ്യാം, ഓൺലൈൻ പേയ്മെന്റ് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മള് പറഞ്ഞു ചെയ്യുന്നതല്ല, ഇതിന്റെ മനസ്സറിഞ്ഞ പോലെ ചേച്ചി ആ സമയത്ത് കറക്റ്റ് ആയിട്ട് അത് വലിയൊരു സന്തോഷമായിരുന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം പറയാൻ മിസ് പറഞ്ഞിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് മറക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ശരി, ആരാണ് സൈൻ ഔട്ട് പറയുന്ന ആരാണ്? മിസ്സേ ഞാനാ പറയട്ടെ. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് വാട്ട് യു ലവ് യു ആർ വേസ്റ്റിംഗ് ടൈം. ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ സമയം പാഴാക്കരുത്. സൈൻ ഔട്ട് ബൈ ദിവ്യ. താങ്ക് യു മിസ്. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. ഈ ക്ലാസ്സിൽ പറയാത്തവർക്ക് വേറൊരു ദിവസം അവസരം തരാം കേട്ടോ. വേറൊരു ക്ലാസ്സില് അന്ന് പറയാത്തവർ ഞാൻ വിളിക്കുമ്പോ തന്നെ അത് പെട്ടെന്ന് തന്നെ തിരിച്ച് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.